Tirur Sanha Fashionil Kidilan Vilakuruvil Onam Special Stock Clearance Sale. Visit today. Sanha Fashion Tirur. നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. തുല്യതാ പരീക്ഷാ ഫലം വൈകിയതിനെ തുടർന്ന് DLED പ്രവേശനം അനിശ്ചിതത്തിലായ തുല്യതാ പഠിതാവിന്റെ തുടർ പഠനത്തിന് പ്രത്യേക ഉത്തരവ് സമ്പാദിച്ചു നൽകി മന്ത്രി V. അബ്ദുറഹിമാന്റെ ഇടപെടൽ. 34-കാരിയായ കൊണ്ടോട്ടി സ്വദേശിനി ഫൗസിയയ്ക്ക് ടീച്ചറാകാൻ ഇനി നാട്ടിൽ തന്നെ പഠിക്കാം. ഇതിനുള്ള പ്രത്യേക ഉത്തരവ് മന്ത്രി V. അബ്ദുറഹിമാനിൽ നിന്നും ഫൗസിയ ഏറ്റുവാങ്ങി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഓഗസ്റ്റ് ആദ്യവാരമാണ് ഹയർ സെക്കൻഡറി തുല്യതാ ഫലം പുറത്തുവന്നത്. 96% മാർക്കോടെ മിന്നും വിജയം നേടിയ ഫൗസിയയ്ക്ക് DLEDന് ചേരാനായിരുന്നു ആഗ്രഹം. പക്ഷേ ജൂലൈ അവസാന വാരം അപേക്ഷിക്കാനുള്ള സമയം അവസാനിച്ചിരുന്നു. ഇതോടെ ധർമ്മസങ്കടത്തിലായി. ഇതറിഞ്ഞ സാക്ഷരതാ മിഷൻ റിസോഴ്സ് പേഴ്സൺ മുജീബ് താനാളൂരിന്റെ ഇടപെടലാണ് ഫൗസിയയ്ക്ക് അനുഗ്രഹമായത്. അവരുടെ ടീച്ചറാവാന്നുള്ള ആ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ DLEDക്ക് ചേരണം. ഒരു റിസൾട്ട് വൈകിയത് കാരണം അവർക്ക് ആ സമയത്ത് അപേക്ഷ കൊടുക്കാനും അതിനെ പറ്റിയില്ല. അവരുടെ ആഗ്രഹം നിറവേറ്റാൻ പറ്റൂല എന്നുള്ള ഒരു വിഷമത്തിലിരിക്കുന്ന സമയത്താണ് സാക്ഷരതാ മിഷന്റെ ഒരു റിസോഴ്സ് പേഴ്സൺ എന്ന രീതിയിൽ അവരുടെ ബന്ധുക്കൾ, കുട്ടിയുടെ ബന്ധുക്കൾ എന്നെ ബന്ധപ്പെടുന്നു. അതിന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അടുത്ത് വരികയും മന്ത്രി സ്പെഷ്യൽ കൺസിഡറേഷനിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് ലെറ്റർ തരികയും വിദ്യാഭ്യാസ വകുപ്പിൽ മന്ത്രിയുടെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും വളരെ അടിയന്തരമായ ശ്രദ്ധ ഇതിൽ ഉണ്ടാവുകയും വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിൽ ആദ്യമായി ഇങ്ങനത്തെ ഓർഡർ വരികയും സംസ്ഥാനം തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഓർഡർ വന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഈ ഓർഡർ വെച്ച് ഇനി DLED ആയാലും BEd ആയാലും മറ്റു കോഴ്സുകൾക്ക് തുല്യത കഴിഞ്ഞ കുട്ടികൾക്ക് തുടർന്ന് പഠിക്കുന്നതിനുള്ള, പ്രത്യേകിച്ച് സമയം വൈകിയാലും തുടർന്ന് പഠിക്കുന്നതിനുള്ള ഓർഡർ ഇതുകൊണ്ട് കിട്ടുമെന്നുള്ള വലിയൊരു സംഭവം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അത് വലിയ സന്തോഷമാണ്. നമ്മുടെ മന്ത്രിയുടെ ഇടപെടൽ തക്ക സമയത്ത് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു കുട്ടികൾക്ക് പഠിക്കാനുള്ള ആഗ്രഹം നിറവേറിയത് എന്നുള്ളത് വളരെ സന്തോഷമുള്ളതാണ്. ഫൗസിയയുടെ ആഗ്രഹവും പ്രതിസന്ധിയും മന്ത്രി V. അബ്ദുറഹിമാൻ മുഖേന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടിയുടെ മുന്നിലെത്തി. തുടർന്ന് ഫൗസിയയ്ക്ക് DLEDന് ചേരാൻ പ്രത്യേക അനുമതി നൽകുകയായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ടാണ് തുല്യതാ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടിക്ക് ഇപ്പോൾ പഴയ TTC അതിൽ അഡ്മിഷൻ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം നമ്മൾ അറിയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സംസാരിക്കുകയും അദ്ദേഹം അതിന് അനുകൂലമായൊരു നിലപാടെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് അവർക്ക് ആ കോഴ്സിന് ചേരാനും പഠിക്കാനും ഒരു അവസരമുണ്ട്. ഇതൊരു മാതൃകയാണ്. കാരണം തുല്യതാ പരീക്ഷ എഴുതുന്ന ആളുകൾ നല്ല രീതിയിൽ കൂടുതൽ വിവരങ്ങളിൽ എത്തിപ്പെടാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഫൗസിയയിലൂടെ തെളിയിക്കപ്പെട്ടു. അവരുടെ ഈ പ്രവർത്തനം ഏറ്റവും നല്ലതാണ്. പല വിഷയങ്ങളിലും 100 മാർക്കാണ് അവർ നേടിയത്. അപ്പോൾ ചില കാരണങ്ങളാൽ പഠനം നിന്നും വിട്ടുപോയ വിദ്യാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്കത് സഹായമായിട്ടുണ്ട്. ആരും എല്ലാവിധ അഭിവാദ്യങ്ങളും. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു അനുമതി നൽകുന്നത്. വീടിനടുത്തുള്ള ഒളവട്ടൂർ HIO-IT-യിൽ ചേർന്ന് പഠിക്കാനാണ് ഫൗസിയയുടെ തീരുമാനം. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപ ജെയിംസ്, മുജീബ് താനാളൂർ, ഭർത്താവ് ജംഷീദ് എന്നിവർക്കൊപ്പമെത്തിയാണ് ഫൗസിയ ഉത്തരവ് ഏറ്റുവാങ്ങിയത്. ന്യൂസ് ബ്യൂറോ, വെട്ടം.